നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ വവ്വാക്കാവിനും പുത്തൻതെരിനും ഇടയ്ക്ക് ഇപ്പോൾ ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചൂടാണിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വെയിലത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കേഴ്സിനും, ആറുവരിപ്പാതയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കേഴ്സിനും, അതുപോലെ തന്നെ നമ്മുടെ നാടിനെ മിസ് ചെയ്തുകൊണ്ട് പുറം നാട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പം പുത്തൻതെരു എത്തുന്നതിന് കുറച്ച് മുൻഭാഗത്തായിട്ടാണ് ഇപ്പം ടാറിങ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നത്. മുമ്പോട്ടുള്ള വർക്ക് ഇപ്പം നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് പ്രൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ബിറ്റുമിൻ ഓയിൽ ആ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഒരു ദിവസം മുമ്പേ ഉള്ള വീഡിയോ ആണ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം ടാറിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം 3 വരി വീതിക്കുള്ള ടാറിങ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. രണ്ട് വീഡിയോയ്ക്ക് ഏകദേശം ഒരു 2 വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. വർക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പൊടിയാണ് ഈ ഒരു ഭാഗത്ത്, വെയിലും പൊടിയുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ടാറിങ് വർക്ക് തുടങ്ങിയതോടുകൂടി പിന്നെ വേറൊരു കാര്യം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്ന് വലത്തേ സൈഡിലായിട്ടുള്ള സ്ഥലത്തുള്ള ജനങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് വന്ന് ഇപ്പം ഹൈവേയിലോട്ട് വന്ന് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇവിടുന്ന് എല്ലാം ഒരുപാട് പോക്കറ്റ് റോഡുകൾ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും എല്ലാം ഉള്ളതാണ്. അപ്പം ഈ പടിഞ്ഞാറ് വഴിക്കുള്ള ഇപ്പം ചെറിയ പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന് കയറുന്ന വാഹനങ്ങൾക്കൊന്നും ഇപ്പോൾ വന്ന് കയറാൻ പറ്റത്തില്ല. അവരൊന്നെങ്കിൽ പുതിയ കാവിൽ വന്ന് കയറണം, അല്ലെങ്കിൽ വവ്വാക്കാവിൽ വന്ന് കയറേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്കെല്ലാം 2 സൈഡിലും ഇനി ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇനി പല സ്ഥലങ്ങളിലും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ പോകേണ്ട റോഡുകൾ മിക്കതും ഇനി ക്ലോസ് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടായിരിക്കും പിന്നെ വന്ന് കയറുന്ന റോഡ് ഉണ്ടാകുക. അതോടുകൂടി പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. വിശ്വസമുദ്ര കൃത്യമായി ഈ ടാറിങ്ങിൻ്റെ പ്ലാന്റ് എവിടെ വെച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. 2-3 പേരെടുത്ത് ഞാൻ അറിയാവുന്നവരോട് ചോദിച്ചപ്പം ഇതേപോലെ കൽപ്പകവാടി, നമ്മൾ ഹരിപ്പാട് നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത്തെ സൈഡിൽ അവരുടെ ഒരു യാർഡുണ്ട്, സി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ, ആ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടുവച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് ഇപ്പം ലോഡ് ഇങ്ങോട്ട് വരുന്നതെന്നാണ് തോന്നുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
നമ്മളിപ്പം പുത്തൻതെരുവിൽ നിന്ന് നേരെ വവ്വാക്കാവ് ഭാഗത്തോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ട് ടാറിങ് വർക്ക് നടക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇടത്തെ സൈഡിലായിട്ട് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടിയടിച്ച് കളയുന്ന വർക്കും പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ ഒരു ട്രാക്ടറിനകത്തൊരു സാധനം ഇങ്ങനെ കെട്ടി വലിച്ചതുപോലെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഇടത്തെ സൈഡിൽ കാണുന്നതല്ല, നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടൊരു ട്രാക്ടർ പോലെ അതിനകത്താണ് അവർ ഈ ഒരു ചിപ്സ്, അതായത് ചെറിയ മെറ്റിൽ ഇട്ടിട്ട് അവിടെ റോഡിൽ നിരത്തുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുത്തൻതെരുവ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പുത്തൻതെരുവിൽ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് പോകേണ്ട റോഡ് ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നതും കാണാൻ പറ്റും. ഫുള്ള് പൊടിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പം വേണ്ട ഈ ഒരു മെഷീനാണ് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നമുക്കിപ്പോൾ കാണാം. ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ ചിപ്സ് ഇട്ട് നിരത്തുന്ന, ചെറിയ മെറ്റിലിട്ട് നിരത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പോട്ട് നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഉടൻ തന്നെ ടാറിങ് ഇപ്പം ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കും. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഡ്രോൺ വീഡിയോയിൽ കണ്ട ഒരു ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിരിക്കുന്ന ഭാഗം ഇപ്പോൾ എത്തും. ഇടത്തെ സൈഡിലായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ വീഡിയോസ് കാണിക്കുന്നത് ഇപ്പം ടാറിങ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കാണിക്കുന്നത്. നമ്മുടെ അടുത്ത വീഡിയോ ഇനി ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ മാമം പാലത്തിൻ്റെ അടുത്ത് വരെ ആയിരിക്കും. ഉറപ്പ് പറയുന്നില്ല, അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഉടൻ തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുകയാണ്.